അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് വന്നിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. ഇതിപ്പോൾ മല്ലിയില, ചെറുനാരങ്ങ, പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞത്, തക്കാളി, അണ്ടിപ്പരിപ്പ്, പിന്നെ സവോള ക്യൂബ്സായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നെയ്യ്, ഓയിൽ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ മസാലയും ഐറ്റംസ് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്. ഉള്ളിൽ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ 2 പട്ടയും കറാമ്പും ഏലക്കായും കൂടിയിട്ട് അതിൽക്കിടാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഇതൊന്നും ഇടണില്ല, കറുത്ത ചെറുനാരങ്ങ അതൊന്നും ഇടുന്നില്ല. അപ്പോൾ ഒന്നുമില്ല, വഴുന്നില ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനിപ്പോൾ ബിരിയാണിക്കുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നല്ല കഴുകി അരിയാണ്. ഈ അരി ഒരു 3 പ്രാവശ്യമൊക്കെ 3-4 പ്രാവശ്യമൊക്കെ കഴുകേണ്ടി വരും. അരി ഒന്ന് ഒരു പകുതി വേവാകട്ടെ. ഒരു 80% വേവ് വരണം. നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. മുളക് പൊടി ഇടാം. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട്. മസാലപ്പൊടി കുറച്ചിടാം. കുറച്ച് ഉപ്പിടാം. ചിക്കൻ മസാല കുറച്ചിടാം. ഇനി നന്നായി ഇത് കുഴച്ചിട്ട്, ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ഇതിൽ. ഇനി നന്നായി കുഴച്ചെടുക്കുക. ചോറ് ഒരു ഹാഫ് വേവിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. നെയ്യ് ഇടുക, ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടാകട്ടെ. എല്ലാം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇതൊക്കെ ഇട്ട് ഇളക്കിയിട്ട്, ഇപ്പോൾ സാധാരണ മന്തി വെക്കണ പോലെ തന്നെ ഏകദേശം. പക്ഷേ എന്നാൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ബിരിയാണീൻ്റെ പോലെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുന്നു മാത്രം. നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം. പിന്നെ ഇറച്ചിയിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഇനി സവോളയ്ക്ക് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. സവോള എന്ത് വഴറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. കുറച്ച് എന്തായാലും ബിരിയാണിക്ക് മുന്തി നിൽക്കുമല്ലോ ഉപ്പ്. ഏകദേശം മന്തിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അതിൽ പിന്നെന്താ മാഗി ക്യൂബും പിന്നെ ചിക്കൻ സ്റ്റോക്കും പിന്നെ മന്തി മസാല ഒന്നും ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സാധാ ബിരിയാണി വെക്കണ സ്ട്രക്ചറാണ്. പിന്നെ കുറച്ച് അതിൻ്റെ ഇതും വരും. നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിച്ച് നോക്കിയാൽ. സാധാരണ മന്തി ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. എന്നാൽ മിക്കവാറും ആൾക്കാർക്ക്, ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ മന്തിയാണ് ഇഷ്ടം. പക്ഷെ പഴയ ആൾക്കാർക്കൊന്നും അങ്ങനെ മന്തിനോട് വലിയ താല്പര്യമില്ല. മന്തി പറയുമ്പോൾ അവർക്ക് എന്താണിത്, കുറച്ച് മസാല ഒന്നും ഇടാണ്ടുള്ളൊരു ചോറ് പോലെ അവർക്കൊരു അങ്ങനെ ഒരു തോന്നൽ. തക്കാളിയും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് നന്നായി ഒന്ന് വാടി വരട്ടെ. വാടി വന്ന ശേഷം നമുക്ക് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. എന്താണ് തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അത്യാവശ്യത്തിന്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ.
സത്യം പറഞ്ഞത് ആദ്യം മുളകുപൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഓർമ്മയില്ലാണ്ട് ഇട്ടതാണ്. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് വഴറ്റിയ ശേഷം വേണം ഇടാൻ. അല്ലെങ്കിൽ കരിഞ്ഞിട്ടൊന്നുമില്ല, ചിലപ്പോൾ കരിഞ്ഞാലോ പറഞ്ഞിട്ട് അധികം ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല മൂർത്താലേ അതിനൊരു മണം ഉണ്ടാവുള്ളൂ. സാധാ ബിരിയാണിൻ്റെ ഒരു മണം വരുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരുപാട് മൂക്കാണ്ട് ഇതാക്കി പറഞ്ഞ് അത്ര ഒരു പച്ചച്ചോയ പോകില്ല. പക്ഷെ ഞാൻ കമ്മിയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് വരുന്നുണ്ട്. മുളക് പൊടി നന്നായി വരുന്നുണ്ട്. കരിയാൻ പാടില്ല. മുളക് പൊടി ആദ്യം ഇടാൻ പാടില്ല. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങളിടുമ്പോൾ ആദ്യം മുളക് പൊടി ഇടണ്ട. അപ്പോൾ എന്താണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി വഴന്ന് വന്ന ശേഷം മാത്രം മുളക് പൊടി ഇടുക. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല പൗഡറില്ലേ, പട്ടയും കറാമ്പൊക്കെ പൊടിച്ചത്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലും കുറച്ചിട്ട് പിന്നെ ചോറിലും പട്ടയും കറാമ്പൊക്കെ ഇട്ടുകൊണ്ട് ഒരുപാട് ഇടണമെന്നില്ല. ഒന്നും കൂടി കയറ്റി കൊടുക്കാം. ഈ എണ്ണ തെളിഞ്ഞ് വരുന്നത് അതാണ് അതിൻ്റെ പാകം. ബിരിയാണിൻ്റെ നല്ല മണം വന്നു തുടങ്ങി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമുക്ക് ഇറച്ചിട്ട് കൊടുക്കാം. ചിക്കനാണ് കേട്ടോ. എനിക്കിവിടെ ബീഫ് പറ്റാത്തതുകൊണ്ട്, ഇവിടെ എല്ലാവർക്കും ബീഫ് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ടൊരു ഉള്ള പ്രശ്നം മാത്രം. മക്കൾ വരുമ്പോൾ അവർ ചെയ്യാമെന്നല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് കാണുമ്പോഴേ എനിക്ക് അലർജി വരിക, ചൊറിച്ചലും ഒക്കെ. ഇപ്പോൾ കുറച്ചായി തുടങ്ങിയാണ് ചിക്കൻ ഇട്ടിട്ടുണ്ട്. കുട്ടികൾ ഒരേ കരച്ചിലാണ്. വെറുതെ വന്ന് ചോദിക്കും ബിരിയാണി ആയോ ഉണ്ട്. ഇപ്പം പിന്നെ ഒന്ന് ആക്കി സെറ്റിലാക്കണം. കൂട്ടി വെച്ചിട്ട് തന്നെ നമ്മൾ കയ്യും കൊണ്ട് നല്ല ഇളക്കി കൊടുക്കുക ഇറച്ചിയെ. അപ്പോൾ അതിന് ശേഷം പിന്നെ സിമ്മിലിട്ടിട്ട് നമ്മൾ മൂടി വെച്ചാണ്. കുറേ നേരം മൂടി വെച്ചാൽ ഇറച്ചി വെന്ത ശേഷം നമ്മൾ ചോറ് അതിന് മേൽക്കിടുക. അപ്പോൾ ഈ കൂട്ടി വെച്ചിട്ട് നന്നായി ചൂടാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ സിമ്മിലിട്ട ചൂടാകും കുറച്ചുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുത്തിട്ട് മസാല കൊപ്പാക്കുക. ഒരു മസാലകളും ഒക്കെ. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ചവിടെ ഇരിക്കട്ടെ, കുറച്ച് മല്ലിയില അവിടെ ഇരിക്കട്ടെ. മല്ലിയില ഇനി കുറച്ചും കൂടെ മാറ്റി വെച്ചിട്ട് ബാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത്ര നേരം കൂട്ടി വെച്ചിട്ടാണ് ഇളക്കി കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മളെല്ലാം സൈഡിലൊക്കെ ഒരു ഭാഗത്തൊക്കെ നടുവിലൊക്കെ നന്നായി കൂട്ടി കൊടുത്തിട്ട് നമ്മൾ തീ സിമ്മിലിടുക. എന്നിട്ട് മൂടി കഴിക്കാം. ഇനി ഇറച്ചി വേകട്ടെ. ഉപ്പൊക്കെ നല്ല പാകത്തിനാണോ എന്നൊക്കെ നോക്കാം. നമ്മൾ ഇറച്ചി ഏകദേശം ഒരു 3/4 വേവോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഈ ചോറിട്ട് കൊടുക്കാൻ കാട്ടി തിരക്കാണ് ഇവർക്ക്. ചോറിട്ട് കൊടുത്തിട്ട് ഒന്ന് കൂട്ടി വെക്കുക. കുറച്ച് നേരം കൂട്ടി വെക്കുക. അപ്പോൾ ഈ ചോറിലൊക്കെ ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം സിമ്മിലിടണം നമുക്ക് ദമ്മാക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. മല്ലിയില വിതറി കൊടുക്കുക.
കുറച്ച് ഗരം മസാലപ്പൊടി അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മൂടിയിലേക്ക് ചൂട് കയറുന്ന വരെ ഒന്ന് കൂട്ടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ ഇറച്ചിൻ്റെ ഇതൊക്കെ മസാലയൊക്കെ ഒന്ന് മേലേക്ക് ഇതാവട്ടെ. അതിനനുസരിച്ച് കരിയാണ്ട് കൂട്ടിയിട്ട് കൊടുക്കുക കുറച്ച്. ഇതിൻ്റെ മൂടി ഇങ്ങനെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കമ്മിയാക്കി ഇടാം. മൂടി ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിന് മേലെ വെയിറ്റ് വെച്ച് കൊടുക്കാം. പിന്നെ അടിയിൽ ദോശക്കല്ല് വെച്ചിട്ട് അതിന് മേലെ ഇത് വെക്കാൻ. പക്ഷെ ഞാൻ ഇത് വലിയ കത്തലൊന്നുമില്ല, സിമ്മാക്കിയാൽ നല്ല കമ്മിയായിട്ട് തന്നെ നിൽക്കും. അപ്പം അതുകൊണ്ട് നല്ല സിമ്മിലിട്ടിക്കും. പിന്നെ ബർണറൊക്കെ ഒന്ന് മാറ്റാനായിട്ട് അപ്പോൾ അത് കമ്മിയാക്കിയാൽ നല്ല കമ്മിയാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത്ര വലിയ ചൂട് കയറുമെന്ന് വിചാരിക്കണ്ട, കമ്മിയാക്കി വെച്ചിട്ടുണ്ട്. മേലെ മൂടി ചൂടായി മതി. ഇനിയിപ്പോൾ അത് നന്നായി ദമ്മാട്ടെ. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.